നമ്മളിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് ഓൾജിബ്ര ഓഫ് എ സീക്വൻസ് ആണ് പറഞ്ഞത്. അതായത് ഏതൊരു നമ്പർ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ nth ടേം അതല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം നമ്മളോട് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോ അതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറേ സീക്വൻസുകളുണ്ട്. കുറേ സീക്വൻസുകൾ നമ്മൾ പറഞ്ഞു, ഒരുപാട് എക്സാമ്പിൾസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ എക്സാമ്പിൾസുകൾ എല്ലാതും ഒന്നും കൂടി നമ്മളൊന്ന് എക്സാമ്പിൾസ് മാത്രം കേട്ടോ ഒന്ന് റിവൈസ് ചെയ്യാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. അതായത് 1, 2, 3, 4 എക്സിട്ര എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ സീക്വൻസ് നമ്മൾ പറഞ്ഞു ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8 എക്സിട്ര ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ആ സീക്വൻസുകളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. അടുത്തത് ഞാൻ പറയുന്നത് ഓഡ് നമ്പേഴ്സ് ആണ്. 1, 3, 5, 9, 7 എക്സിട്ര 7 എക്സിട്ര ഓഡ് നമ്പേഴ്സ് ആണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾസ് പറയാം. 5ന്റെ മൾട്ടിപ്പിൾസ്, അതായത് ഫസ്റ്റ് എലമെന്റ് 5, പിന്നത്തെ എലമെന്റ് 10, പിന്നത്തെ എലമെന്റ് 15, പിന്നത്തെ എലമെന്റ് 20 എക്സെട്ര. 3യുടെ മൾട്ടിപ്പിൾസ് എഴുതാം. 3യുടെ മൾട്ടിപ്പിൾസ് നമുക്കറിയാം. 3, 6, 9, 12 എക്സെട്ര. വേറെ സൈഡുകളുടെ, അതായത് സീക്വൻസുകൾ, അതായത് നമ്മൾ കുറെ സ്ക്വയറുകളൊക്കെ വരച്ചിട്ട് അതിന്റെ ഇന്നർ ആംഗിള് ഔട്ടർ ആംഗിള് സമ്മ് എന്നൊക്കെ നമ്മൾ പറയുണ്ടായി. അതിൽ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് 180, 360, 540 എക്സെട്ര. അതുപോലെ തന്നെ സൈഡുകൾ പറയുകയാണെങ്കിൽ 1, 1.5, 2, 2.5 എക്സെട്ര. ഇതെല്ലാതും സീക്വൻസുകളാണ്, നമ്പർ സീക്വൻസുകളാണ് എല്ലാതും. ഇനിയും ഒരുപാട് സീക്വൻസുകൾ നമുക്ക് എഴുതാം. നമ്മൾ ഫിബൊനാച്ചി സീക്വൻസ് നമ്മൾ ഇതിനു മുമ്പ് പറയേണ്ടായി. ഒരുപാട് സീക്വൻസുകൾ നമുക്ക് ഇതിൽ എഴുതാൻ സാധിക്കും. ഈ സീക്വൻസുകൾ എല്ലാതും നമ്മൾ 1 മുതൽ അവസാനം വരെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചില പ്രത്യേകതകള്, ചില ഫാക്ടേഴ്സ് നമുക്ക് അന്ന് കാണാൻ സാധിക്കും. ഒന്നാമത്തെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ് എങ്കിൽ സീക്വൻസ് ആണ്. അതിന്റെ പ്രത്യേകത നമുക്ക് അറിയാൻ പറ്റും. 1, 2, 3, 4 എന്ന് പറഞ്ഞാല് 1 ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ്. 1 ആഡ് ചെയ്ത് പോകുന്നു. രണ്ടാമത്തെ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ 2 ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്. 2, 4, 6, 8 എക്സെട്ര 2 ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്. തേർഡ് സീക്വൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലും നമുക്ക് പ്രത്യേകത കാണാം. 2 ആഡ്, അപ്പൊ ഇവിടെ ഞാൻ എഴുതുന്നു 1 ആഡ് ചെയ്തിട്ട് പോകുന്നു, ഇവിടെ ഞാൻ എഴുതുന്നു 2 ആഡ് ചെയ്ത് പോകുന്നു, ഇവിടെ ഞാൻ എഴുതുന്നു 2 ആഡ് ചെയ്ത് പോകുന്നു. അടുത്ത സീക്വൻസിൽ ആഡ് ചെയ്ത് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും 5 ആണ്. കാരണം 5 ആഡ് ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത്, പിന്നെ ഒരു 5 ആഡ് ചെയ്യുമ്പോഴാണ് 15 കിട്ടുന്നത്. അപ്പൊ ഇവിടെ +5 ആണ്, എങ്കിൽ 5 ആഡ് ചെയ്താണ് പോകുന്നത്. ഇതേപോലെ ഇവിടെയാണെങ്കിൽ 3 ആഡ് ചെയ്ത് പോകും. 3യുടെ മൾട്ടിപ്പിൾസ് അല്ലേ. ഇവിടെയാണെങ്കിൽ ആഡ് ചെയ്ത് പോകുന്നത് ഏതറിയോ? 180 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. 180 ആണ്. 180 + 180 ആണ് 360, 360 + 180 ആണ് 540, അങ്ങനെ പോകുന്നു. ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത് ഹാഫ് ആണ് ആഡ് ചെയ്ത് പോകുന്നത്. എല്ലാതും ആഡ് ചെയ്ത് പോകുന്ന ടേമുകളാണ് എഴുതിയത്. ഇനി വേറെ സീക്വൻസ് എടുക്കാം കേട്ടോ. 10, 8, 6 എക്സെട്ര. ഇവിടെ ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്, പക്ഷെ ആഡ് ചെയ്ത് ഏതറിയും? -2 ആണ്. കാരണം 10ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്. 8ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോഴാണ് 6 കിട്ടുന്നത്. അപ്പോ ഇവിടെ ആഡ് ചെയ്യുന്നത് -2 ആണ്. അതുപോലെ തന്നെ അടുത്തൊരു ഭാഗം പറയാൻ ഞാന് 100, 75, 50 എക്സെട്ര. ഇവിടെ കുറഞ്ഞിട്ടാണ് പോകുന്നത്, ഡിക്രീസിംഗ് ആണ് പോകുന്നത്. ഡിക്രീസിംഗിന്റെ പ്രത്യേകത അറിയോ? 25 മൈനസ് ചെയ്തിട്ടാണ് പോകുന്നത്. 100 25 മൈനസ് ചെയ്തപ്പോൾ 75 കിട്ടി.
75 മൈനസ് 25 ചെയ്തപ്പോൾ 50 കിട്ടി. അങ്ങനെ ഇവിടെ നമുക്ക് പറയാം -25 ആണെന്ന് പറയും. അപ്പോ ഇവിടുത്തെ എല്ലാ സീക്വൻസുകളും നമ്മൾ എഴുതിയപ്പോൾ നമുക്കൊരു പ്രത്യേകത കണ്ടത്, എല്ലാതും ഒരു നമ്പറിനോട് കൂടി തൊട്ടടുത്ത നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുന്നു. ഇവിടെ +1 ആഡ് ചെയ്യുന്നു, ഇവിടെ +2 ആഡ് ചെയ്യുന്നു, ഇവിടെ അത് 2 ആഡ് ചെയ്യുന്നു, ഇവിടെ 5 ആഡ് ചെയ്യുന്നു, ഇവിടെ 3, ഇവിടെ 180, ഇവിടെ 1/2, ഇവിടെ -2 ആഡ് ചെയ്യുന്നു, ഇവിടെ -25 ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന എല്ലാ ടേമുകളും ആ സീക്വൻസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതി. അടുത്തടുത്തുള്ള രണ്ട് എലമെന്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടുത്തെ 2 - 1 1 ആണ്. അതുപോലെ തന്നെ 3 - 2 അതും 1 ആയിരിക്കും വരിക. 4 - 3 അതും 1 ആയിരിക്കും വരിക. അപ്പോ തൊട്ടടുത്തുള്ള നമ്പേഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒരേപോലെ ആവുകയാണെങ്കിൽ അതാണ് ഈ സീക്വൻസിന്റെ ഒക്കെ പ്രത്യേകത. ഏതൊക്കെ രണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെയൊക്കെ ഡിഫറൻസ് സെയിം ആയിട്ട് വരിക, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരിക. That type of sequence is called arithmetic sequence. അതാണ് നമ്മൾ പഠിക്കുന്ന നമ്മുടെ ചാപ്റ്റർ. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മുടെ ചാപ്റ്റർ. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് നമ്പറിനോട് കൂടിയിട്ട് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനെയാണ് എന്താ പറയുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ആഡിങ് ടേം വളരെ ശ്രദ്ധിക്കണം. ആഡിങ് ടേമിനൊരു പ്രത്യേകതയുണ്ട്. ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2, ഇവിടെ 5, ഇവിടെ 3, ഇവിടെ 180, ഇവിടെ 1/2, ഇവിടെ -2, ഇവിടെ -25. That term is called common difference എന്ന് പറയും. കോമൺ ഡിഫറൻസ് ആ വേർഡിൽ തന്നെ ഉണ്ട്, കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്. ഏതൊക്കെ ആ സീക്വൻസിലത്തെ ഏതൊക്കെ രണ്ട് നമ്പേഴ്സുകൾ എടുത്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും അതിന്റെയൊക്കെ ഡിഫറൻസ് സെയിം ആയിരിക്കും. അതിനാണ് ദാറ്റ് ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ്. And it is denoted by small letter d. ഡിഫറൻസിലത്തെ d, സ്മോൾ ലെറ്റർ d ഉപയോഗിച്ചിട്ടാണ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്, കോമൺ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ് ഹിയർ d = 1, and second case d = 2, and third sequence d = 2. In the fourth sequence d = 5. In the fifth sequence d = 3. And sixth sequence d = 180, seventh sequence d = 1/2, here d = -2, here d = -25. ആ കോമൺ ഡിഫറൻസ് എത്രയാണ് എന്നുള്ളത് ആദ്യം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. കോമൺ ഡിഫറൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? തൊട്ടടുത്തുള്ള ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആയി. ഓക്കെ, അപ്പോ ഇത്തരം സീക്വൻസുകളെ നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയും നമ്മൾ. ഇതിലെ ഫസ്റ്റ് കിടക്കുന്ന ടേമിനെ ഫസ്റ്റ് ടേം എന്ന് പറയും. അപ്പൊ ഫസ്റ്റ് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ടേമിനെ ഫസ്റ്റ് FI, ഫസ്റ്റിന്റെ ഫസ്റ്റ് എഫ്, ഫസ്റ്റ് ടേം എഫ് എന്നാ പറയാ. അപ്പോ ഈ സീക്വൻസിലത്തെ എഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1. ഈ സീക്വൻസിലത്തെ ഫസ്റ്റ് ടേം ഈസ് 2, തേർഡ് സീക്വൻസ് ഫസ്റ്റ് ടേം ഈസ് 1, ഫോർത്ത് സീക്വൻസ് ഫസ്റ്റ് ടേം ഈസ് 5, ഫിഫ്ത്ത് സീക്വൻസ് ഫസ്റ്റ് ടേം ഈസ് 3, സിക്സ്ത് സീക്വൻസ് ഫസ്റ്റ് ടേം ഈസ് 180, സെവൻത് സീക്വൻസ് ഫസ്റ്റ് ടേം ഈസ് 1. അങ്ങനെ എല്ലാ ടേംസിലും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഉള്ള സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുക. അപ്പൊ എല്ലാ സീക്വൻസുകളും അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. വേറൊരു സീക്വൻസുകളൊക്കെ ഇതുപോലെ ഇല്ലാത്ത കുറെ സീക്വൻസുകളൊക്കെ ഉണ്ടാവും അവിടെ. ഒരു എക്സാമ്പിൾ പറയണു 1, 4, 9 etc. It's not an arithmetic sequence because the difference between two consecutive numbers will not same. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ 3 ആണ് വരിക, കോമൺ ഡിഫറൻസ് 4 - 1 3. ഇവിടെ നോക്കി നോക്കൂ 9 - 4 that is 5. അപ്പൊ കോമൺ ഡിഫറൻസ് ഡിഫറെന്റ് ആയില്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്ന സീക്വൻസുകളെയാണ്
കോമൺ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇതുപോലെ കുറെ സീക്വൻസുകൾ നമ്മുടെ ഉണ്ട്. അപ്പോ നമുക്ക് എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയുള്ള സീക്വൻസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സീക്വൻസ് തന്നിട്ട് അതിന്ന് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതാൻ നമുക്ക് പഠിച്ചു നമുക്ക് എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു സീക്വൻസ് എഴുതാണ് 100, 90, 80, 70 എക്സെട്ര. ഞാൻ ഇതിന്റെ ഫസ്റ്റ് ടേം എഴുതുകയാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റിൽ കിടക്കുന്ന ടേമിനെയാണ് ഫസ്റ്റ് ടേം എന്ന് പറയുക. ദാറ്റ് ഈസ് 100. ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം അല്ല. ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം അല്ല. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അതായത് 90 മൈനസ് 100. 90 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു -10. അപ്പോൾ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എടുത്ത് എഴുതണം. അടുത്ത വേറൊരു സീക്വൻസ് പറയാം നമുക്ക്. 5, 8, then 11, etc. Here first term is 5. ഒന്നാമത് കിടക്കുന്ന ടേമാണ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം is 5 and common difference is second term minus first term. 8 minus 5 that is equal to 3. അപ്പോ ഈ സീക്വൻസിന്റെയും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കിട്ടി. നിങ്ങളുടെ എല്ലാവരെയും ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റില് 17th പേജില് 17ാമത്തെ പേജില് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 17th ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനൊന്ന് 17th പേജിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. എന്താ ക്വസ്റ്റ്യൻ അറിയോ? For the arithmetic sequence that is given below, check whether each of the sequence given below is an arithmetic sequence. താഴെ തന്നിട്ടുള്ള സീക്വൻസുകൾ എല്ലാതും അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ ദി അരിത്തമെറ്റിക് സീക്വൻസ് റൈറ്റ് ദി കോമൺ ഡിഫറൻസ് ഓൾസോ. എന്ന് പറഞ്ഞാല് ഇത് സീക്വൻസ് ആണെങ്കിൽ റൈറ്റ് ഓൾസോ ദി കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസും എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇത് ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻസുകളാണ്, നോട്ടിൽ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. 1, 3, 5, 7 etc. That is odd numbers. ഇത് ഫസ്റ്റ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ കോമൺ ഡിഫറൻസ് നോക്കിയാൽ മതി. 3 minus 2, 3 minus 1 2 ആണ്. 5 minus 3 2 ആണ്. 7 minus 5 2 ആണ്. അപ്പൊ എല്ലാതും ഈക്വൽ ആണ് അല്ലെ? അതുകൊണ്ട് ഇത് എന്താന്ന് പറയാം? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഫൈൻഡ് ഓൾസോ അല്ലെങ്കിൽ റൈറ്റ് ഓൾസോ ദി കോമൺ ഡിഫറൻസ്. അപ്പോഴത്തെ കോമൺ ഡിഫറൻസ് ഏതാണോ ആഡ് ചെയ്യുന്നത് അതിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുക. അതായത് 1 കൂടി 2 ആഡ് ചെയ്യുന്നു. ഇവിടെ 2 ആണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ 3 കൂടി 2 ആണ് ആഡ് ചെയ്യുന്നത്. 5 കൂടി 2 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോ 2 ആഡ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ദെൻ ഫസ്റ്റ് ടേമും കൂടി എടുത്ത് എഴുതാം. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ എടുത്ത് എഴുതാണ്. ഫസ്റ്റ് ടേം എന്താണ്? 1 എന്ന് എഴുതാൻ പറ്റും. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ള സീക്വൻസുകളാണ് എല്ലാതും അല്ലെ? ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് ഒക്കെ. അപ്പൊ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെ നമ്മൾ എഴുതുന്നു? 2, 4, 6, 8 etc. കോമൺ ഡിഫറൻസ് സെയിം ആണ്, കാരണം 2 അല്ലേ കോമൺ ഡിഫറൻസ് വരുന്നത്. 2 ആഡ് ചെയ്തല്ലേ പോണത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കോമൺ ഡിഫറൻസ് d is equal to 2 and ഫസ്റ്റ് ടേം ഈസ് 2. ഫസ്റ്റ് ടേമും ഇവിടെ ഏതാണ്? 2 ആണ് വരുന്നത്. അതാണ് രണ്ടാമത്തെ. അപ്പൊ രണ്ടാമത്തെ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഒന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എഴുതി വെച്ചു. ദെൻ അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. നോക്കി നോക്കാം നമുക്ക്. തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാ പറയുന്നത്. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് got as half the odd numbers. Sequence of fractions ആണ് ട്ടോ. ഫ്രാക്ഷൻസ് ആണ്. It is obtained by half the odd numbers. ഓഡ് നമ്പേഴ്സിന്റെ പകുതിയാണ് സീക്വൻസ് ആയിട്ട് വരുന്നത്. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാട്ടോ നമുക്ക്. 1, 3, 5 ആണ്. 1, 3,
5, 7 ആണ് ഓഡ് നമ്പേഴ്സ് വരിക. അതിന്റെ ഹാഫ് പകുതി അപ്പൊ എന്ന് പറയുമ്പോൾ 1/2. 1ന്റെ പകുതി 1/2, 3യുടെ പകുതി 3/2, 5ന്റെ പകുതി 5/2, 7ന്റെ പകുതി 7/2. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയോക്കാം. തുടക്കത്തിലത്തെ പ്രോബ്ലംസുകളൊക്കെ അല്ലേ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയോക്കാം. ഇവിടെ നോക്കിക്കോളൂ, ആദ്യം ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് ഫസ്റ്റ് ടേം ആണ്. അപ്പൊ 3/2 മൈനസ് 1/2 എന്നാ വരിക ഡിഫറൻസ്. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ക്യാൻ ബി സബ്ട്രാക്റ്റഡ്. സോ 3 - 1 is 2 and 2/2 that is equal to 1. അപ്പോ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് 1 എന്ന് കിട്ടി. Then take another 2 consecutive numbers, fractions, that is 5/2 minus 3/2. Then equal to denominator are same, so we can subtract the numerator. So we get 5 minus 3 equal to 2, 2/2. That is also equal to 1. അപ്പൊ എന്താണ് ഈ ഡിഫറൻസ് എല്ലാതും സെയിം ആയിട്ട് കിട്ടി. ഇനി അടുത്തെടുത്താലും തന്നെ വരുന്നത് 7 - 5, 2/2, 1 തന്നെ വരിക. അപ്പോ ഡിഫറൻസ് എല്ലാതും സെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാൻ പറ്റും. സോ ഫസ്റ്റ് ടേം ഈസ് 1/2. ഫസ്റ്റ് ടേം ഈസ് 1/2 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് 1. 1 ആണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്തപ്പോ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് 1 ആണെന്ന് പറയാം. അപ്പൊ മൂന്നാമത്തെ നമുക്ക് പറയാം മാത്തമാറ്റിക് സീക്വൻസ് ആണുള്ളത്. നാലാമത്തെ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ന്റെ പവേഴ്സ് ആണ്. 2ന്റെ പവേഴ്സ് എന്ന് പറയുമ്പോ ആദ്യത്തെ പവർ 2⁻1, അതുപോലെ തന്നെ അടുത്ത പവർ 2², അടുത്ത പവർ 2⁻3, നെക്സ്റ്റ് പവർ 2⁻4. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിനൊക്കെ വാല്യൂ എഴുതാം. 2⁻1 is 2, 2⁻2 is 4, 2⁻3 is 8, 2⁻4 is 16. ഇപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും ദിസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. കാരണം എന്താ? ഇതിന്റെ ടേം ഡിഫറൻസ് 2 ആണ്, പക്ഷെ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 4 ആണ് വരുന്നത്. കാരണം 8 - 4, 4. ഇതിന്റെ ഡിഫറൻസ് നോക്കി നോക്കൂ, 16 - 8 that is equal to 8 അല്ലെ? അപ്പോ രണ്ട് ടേമുകളുടെ ഡിഫറൻസ് എന്താ വരുന്നത്? കോമൺ ആയിട്ട് അല്ല വരുന്നത്. അതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് എഴുതേണ്ടി വരില്ല. ഇത് വേറെ പ്രത്യേകത ഉണ്ട് ഇതിന്. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്തറിയോ? 2നോട് കൂടി 4 എത്തണമെങ്കിൽ 2 മൾട്ടിപ്ലൈ ചെയ്യണം. ആഡിങ് അല്ല, അവിടെ മൾട്ടിപ്ലിക്കേഷനാ. 4നോട് കൂടിയിട്ട് 8 കിട്ടണമെങ്കിൽ 2 മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ 8നോട് കൂടി 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടും. പക്ഷെ അവിടെ ആഡിങ് അല്ല, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത്തരം സീക്വൻസ് നമുക്ക് ഇപ്പോഴല്ല പഠിക്കുന്നത്, നെക്സ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. അത്തരം സീക്വൻസിന്റെ ജസ്റ്റ് പേര് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാം ഇവിടെ. ഇപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ പറഞ്ഞത്, ഇതിനെ നമ്മൾ പറയും ജോമെട്രിക് സീക്വൻസ് എന്ന് പറയും. ജോമെട്രിക് സീക്വൻസ്, അതായത് മൾട്ടിപ്ലൈ ചെയ്തു പോകുന്ന സീക്വൻസുകളെ ജോമെട്രിക് സീക്വൻസ് എന്നാ പറയുക. ഇപ്പൊ നമുക്ക് പഠിക്കാനൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഒരുപാട് സീക്വൻസുകൾ ഉണ്ടല്ലോ നമുക്ക്. അരിത്തമെറ്റിക് സീക്വൻസ്, ജോമെട്രിക് സീക്വൻസ്, ഹാർമോണിക് സീക്വൻസ്, അങ്ങനെ കുറെ സീക്വൻസുകൾ നമ്മൾക്ക് ഉണ്ട്. ഇപ്പൊ അതൊന്നും പറയുന്നില്ല, അരിത്തമെറ്റിക് സീക്വൻസ് മാത്രമേ പറയുന്നുള്ളൂ. ശരി, അടുത്തത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. അടുത്തൊരു 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നോട്ടിൽ എഴുതണം കേട്ടോ. നോട്ടിലേക്ക് എഴുതാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽസ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. 1, 2, 3, 4 എക്സെട്ര. അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അതിന്റെ റെസിപ്രോക്കൽസ്. റെസിപ്രോക്കൽസ് പറഞ്ഞാല് നേരെ തിരിച്ചിടുക. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താ വെച്ചാൽ 1 ആണ്, ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 ആണ്, ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 ആണ്, ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പൊ തിരിച്ചിടുക എന്ന് പറയുമ്പോ ഇത് 1 തന്നെയാ വരിക. ഇത് 1/2 വരും. 2/1 എന്നുള്ളത് എന്തായി മാറും? 1/2 ആയിട്ട് വരും. ഇത് 1/3 ആയിട്ട് വരും. ഇത് 1/4 ആയിട്ട് വരും. അപ്പൊ ഇത് എന്താണെന്ന് നോക്കി നോക്കുക. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് 1 അല്ലേ?
അപ്പോ 1/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -1/2 വരിക. അരയിൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ -1/2 വരിക. അതുപോലെ തന്നെ 1/3 മൈനസ് 1/2 ഇത് 2 മൈനസ് 3 മൈനസ് 1/6 എന്നാ വരിക. ഇത് LCM എടുക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. അതായത് 2 ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ 2 മൈനസ് ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 2 into 3 6 -1/6. അപ്പോ ഇതിന്റെ ഡിഫറൻസ് -1/2 ആണ്. ഇതിന്റെ ഡിഫറൻസ് -1/6 ആണ്. ഇനി വേറെ ഒന്നും നോക്കാൻ ചേട്ടോ നമുക്ക്. കാരണം എല്ലാതും സെയിം ആവണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം ഡിഫറെന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയാം. അപ്പൊ ഇതില് ഈ ഫസ്റ്റ് പ്രോബ്ലത്തില് 4th 5th മാത്രമാണ് എന്തല്ലാത്തത്, അരിത്മെറ്റിക് സീക്വൻസ് അല്ലാത്തത്. ബാക്കിയെല്ലാം അരിത്മെറ്റിക് സീക്വൻസ് ആണ്. 4th 5th മാത്രം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗം പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. അത് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാനാണ്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയോളൂ. തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ബോർഡിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒരു പിക്ചേഴ്സ് ആണുള്ളത്. ആദ്യത്തെ പിക്ചർ ഇങ്ങനെയാ. ഒരു സ്ക്വയർ അല്ല, 2 സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയേഴ്സ് ആണ്. അടുത്ത പിക്ചർ ഇങ്ങനെയാണ്, 4 സ്ക്വയേഴ്സ് ആണ്. അടുത്ത പിക്ചർ ഇങ്ങനെ 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അടുത്തത് 6 സ്ക്വയേഴ്സ് ആണ്. ഇങ്ങനെ ആഡ് ചെയ്യുന്നു. എത്ര? ഒരെണ്ണം. ഇവിടെ 3 എണ്ണം. 6 സ്ക്വയേഴ്സ് ആഡ് ചെയ്യും. ഇങ്ങനെയാണ് ചിത്രം വന്നിട്ടുള്ളത്. ഇനി ബാക്കി ഒരെണ്ണം കൂടി ഉണ്ടാ, ഞാൻ വരച്ചിട്ടില്ല. അപ്പുറത്ത് സ്ഥലം ഇല്ല, അതുകൊണ്ട് വരച്ചിട്ടില്ല. ഇനി നമ്മളോട് പറഞ്ഞത് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്ടാംഗിൾ എന്നാണ് വെച്ചിട്ടുള്ളത്. ഓരോ റെക്ടാംഗിളിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്, ചെറിയ സ്ക്വയേഴ്സ് എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേല് ആകെ 2 സ്ക്വയേഴ്സ് ആണ്, 2 എന്ന് എഴുതാം. രണ്ടാമത്തേല് 1 2 3 4 4 സ്ക്വയേഴ്സ് ആണ്, 4 എന്ന് എഴുതാം. മൂന്നാമത്തേല് 1 2 3 4 5 6 എന്നാണുള്ളത്. അപ്പോ 2 4 6. അടുത്തത് 8 ആവും വരിക. കാരണം ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. 2 ആഡ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് 2 ആണ് എന്ന് പറയാൻ പറ്റും. ഒന്നാമത്തെ ആൻസർ ഏതാണ്? ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്ടാംഗിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 2 4 6 8 എക്സെട്ര. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് ആർ ദർ? എത്ര ലാർജ് സ്ക്വയേഴ്സ്? ഇത് സ്ക്വയർ അല്ല കേട്ടോ. ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്ക്വയർ അല്ല. സ്ക്വയർ ആകുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ ഈക്വൽ ആവണേ. അപ്പൊ ഇത് സ്ക്വയർ അല്ല. അപ്പൊ ഇതിൽ എന്താ വെച്ചാൽ ലാർജ് സ്ക്വയർ ഏതാ വെച്ചാൽ 0 എന്ന് പറയാ. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് നോക്കി നോക്കൂ, ഇതാണ് വലിയ സ്ക്വയർ. ഇതൊക്കെ ചെറിയ സ്ക്വയേഴ്സാ. ഇത് വലിയ സ്ക്വയർ ആണത്. അപ്പൊ ഇത് എത്ര ഉണ്ട് വെച്ചാൽ ആകെ പറഞ്ഞുള്ളൂ. ഇതുപോലത്തെ വലിയ സ്ക്വയേഴ്സ് ഉണ്ട് എന്ന് ഞാൻ ഒന്ന് പറയാൻ പറ്റുമോ? ഇതില് നോക്കിക്കോളൂ. 1 ഒരു സ്ക്വയർ. പിന്നെ അടുത്തത് ഇത് രണ്ടാമത്തെ സ്ക്വയർ 2. വേറെ ഉണ്ടാവില്ലേ? നോക്കിക്കോളൂ കേട്ടോ. ഒന്നാമത്തെ സ്ക്വയർ വലിയ സ്ക്വയറുകൾ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇതൊരു വലിയ സ്ക്വയർ, അടുത്തത് ഇത് വലിയൊരു സ്ക്വയർ. അങ്ങനെ 2 സ്ക്വയേഴ്സ് ഇതിലുണ്ടാവുള്ളൂ. അപ്പോ 2 എന്ന് എഴുതാം. അടുത്തതിൽ 3 ഉണ്ടാവും കേട്ടോ. കാരണം 0 1 2 ഓരോന്ന് ആഡ് ചെയ്ത് പോലെ. അപ്പൊ അടുത്തത് 3 എന്ന് വരും. അപ്പൊ എത്ര സ്മോൾ സ്ക്വയർ വലിയ സ്ക്വയേഴ്സ് ഉണ്ട് വെച്ചാല് അത് നമുക്ക് പറയാൻ പറ്റും 0 1 2 3 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കാരണം കോമൺ ഡിഫറൻസ് സെയിം ആണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. എന്നാൽ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയാതെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ? എല്ലാതും കൂട്ടുക. ഇതിൽ വരുന്ന എല്ലാ സ്ക്വയേഴ്സും കൂട്ടുക. അപ്പോ ഇതിൽ നോക്കുമ്പോൾ 2 വരിക. 1 2 2. ഇതിൽ എത്ര സ്ക്വയേഴ്സ് വരാൻ പറ്റും എന്ന് പറയാൻ പറ്റുമോ? 1 2 3 4. പിന്നെ ടോട്ടൽ വലുതും കൂടി വരും അല്ലെ? അതായത് 1 2 3 4. പിന്നെ ഈ വലിയ സ്ക്വയർ 5. അപ്പോ 5 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നോക്കിയോക്കൂ. 1 2 3 4 5 6
പിന്നെതാ 7, പിന്നെതാ 8 എന്ന് കിട്ടും. ഇതിൽ 8 എന്ന് കിട്ടും. അപ്പൊ അടുത്തതിൽ എത്ര വരും എന്ന് പറയാൻ പറ്റുമോ? 11 ആണ് വരിക. അത് ചെയ്യാൻ വേറൊരു ടിപ്സും കൂടി എന്തറിയോ? 2 + 0 2, 4 + 1 5, 6 + 2 8. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താണ് കിട്ടുന്നത്. 8 + 3 11. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞാലും നമുക്ക് ആൻസർ ആയി. അപ്പോ തേർഡ് വണ്ണിന്റെ എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മളായി. അപ്പോ ഇതൊന്നും നോട്ടിലേക്ക്, അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോട്ടിലേക്ക് എഴുതി വെക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ടാവും ചെയ്യിക്കുന്നു കേട്ടോ. റിപ്പീറ്റേ. ഇനി അടുത്തത് ഞാൻ വരയ്ക്കുന്ന ഒരു പിക്ചറാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു പിക്ചർ വരച്ചിട്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ. നീ പറഞ്ഞിട്ടില്ല എന്താ അറിയോ? ഇൻ ദിസ് പിക്ചർ the perpendiculars to the bottom line are equally spaced. അതായത് ഇത് ഈക്വൽ സ്പേസർ ആണെന്ന് അർത്ഥം. ഈ പെർപെൻഡിക്കുലർ ലൈൻസ് വന്നുള്ളത് ഈക്വൽ സ്പേസ് ആണെന്ന് അർത്ഥം. ആൻഡ് prove that continuing like this the length of the perpendiculars form an arithmetic sequence. Length of the perpendiculars, like length of the perpendiculars പറയുമ്പോൾ ഇതിന്റെ ലെങ്ത്, ഇതിന്റെ ലെങ്ത്, ഇതിന്റെ ലെങ്ത് എല്ലാതും എന്താണെന്ന് പറയണം? അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്ന് നമ്മൾ പറയണം. ഇങ്ങനൊരു ലൈൻ മാർക്ക് ചെയ്യുക, ഹൊറിസോണ്ടൽ ആയിട്ട്. ഇവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്യുക, ഹൊറിസോണ്ടൽ ആയിട്ട്. ഇവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്യുക, ഹൊറിസോണ്ടൽ ആയിട്ട്. അപ്പോ ഇതും ഇതിനോട് ഈക്വൽ ആണത്, ഇതും ഇതിനോട് ഈക്വൽ ആണ്. അപ്പൊ ഈ ഒരു ഡിഫറൻസിന്റെ പ്രശ്നമുള്ളൂ നമുക്ക്. ഇവിടുത്തെ ഈ ഡിഫറൻസ്, ഇവിടുത്തെ ഡിഫറൻസ്, ഇവിടുത്തെ ഡിഫറൻസ് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ ഈക്വൽ ആണ്. ഇതിൽ നിന്ന് ഇതിലേക്ക് ഇത് മാത്രമേ കൂടുതലുള്ളൂ. ഇവിടെ നിന്ന് ഇവിടേക്ക് ഇത് മാത്രമേ കൂടുതലുള്ളൂ. ഇവിടെ നിന്ന് ഇവിടേക്ക് ഈ ലെങ്ത് മാത്രമേ കൂടുതലുള്ളൂ. ആ ലെങ്ത് പ്രപ്പോർഷണൽ ആയിരിക്കും. കാരണം ഏത് ഐഡിയ ആണെന്ന് പറയാൻ പറ്റുമോ? പ്രപ്പോർഷണൽ ആവാനുള്ള കാരണം ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം that triangle is called similar triangles എന്ന് പറയാം. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ എങ്ങനെ സിമിലർ ട്രയാങ്കിൾസ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇതും ഇതും ഈക്വൽ ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ലൈൻ ഇങ്ങനെ എടുത്തു, ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് പറയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലൈനും ഈ ലൈനും ഈ ആംഗിൾ ഈക്വൽ ആണ്. ബിക്കോസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഈക്വൽ ആണ്. ഇത് 90 ഡിഗ്രി ആണ്. ആ പെർപെൻഡിക്കുലർ അല്ലേ, 90 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ്, അത് 9th പഠിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ സിമിലർ ട്രയാങ്കിൾസ്. സിമിലർ ട്രയാങ്കിൾസ് ആവണമെങ്കിൽ രണ്ട് ആംഗിൾസുകൾ ഈക്വൽ ആയാൽ മതി. അപ്പൊ ആ ട്രയാങ്കിൾസ് സിമിലർ ആണ്. സിമിലർ ആയി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ അറിയോ? അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രപ്പോർഷണൽ. കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ എന്നല്ല, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രപ്പോർഷണൽ. പ്രപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഒരേ റേഷ്യോയിലായിരിക്കും അർത്ഥം. അതായത് ഈ ലെങ്ത്തും ഒരേ റേഷ്യോയിലാണ്. അതുപോലെ തന്നെ ഈ ലെങ്ത്തും ഒരേ റേഷ്യോയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ പെർപെൻഡിക്കുലേഴ്സ് എന്താണ്, ഈക്വൽ വിഡ്ത്തിലാണ് നിൽക്കുന്നുണ്ടാവുക. കാരണം ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ കൂടുതലുള്ളൂ. ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ കൂടുതലുള്ളൂ. പക്ഷെ ഇത് രണ്ടും എന്താണ്, പ്രപ്പോർഷണൽ ആണ്. അതായത് 1 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും. ഡിഫറൻസ് എത്രയാണ് ഉണ്ടാവുക? എല്ലാവരും അങ്ങനെ ഉണ്ടാവുക, പ്രപ്പോർഷണൽ ആയിരിക്കും വരിക. അപ്പൊ അത്തരം ട്രയാങ്കിൾസുകളാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതെല്ലാം ഈ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലേഴ്സ് ഫോം ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. നമ്മൾ അതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് കിടക്കും. ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദി ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദി സീക്വൻസ്
എക്സ് എൻ എന്ന് പറഞ്ഞാൽ nth ടേം നടത്താം. എക്സ് എൻ ഈക്വൽ ടു n ക്യൂബ് മൈനസ് 6n സ്ക്വയർ പ്ലസ് 13n മൈനസ് 7. n ക്യൂബ് മൈനസ് 6n സ്ക്വയർ പ്ലസ് 13n മൈനസ് 7. നമ്മളോട് പറഞ്ഞില്ലെന്നറിയോ, ഈസ് ഇറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നതാണ് ചോദിച്ചത്. ഇത് nth ടേം ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേമിൽ ഒന്നുമില്ല. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കേണ്ടി വരും. എങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കിക്കോളൂ. ഫസ്റ്റ് ടേം എക്സ് എന്ന് പറഞ്ഞ nth ടേം അല്ലേ? അപ്പൊ ഫസ്റ്റ് ടേമിന് നമ്മൾ എന്ത് ചെയ്യണം? എന്നിന് നമ്മൾ എന്ത് കൊടുക്കണം? 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കണം. n ഈക്വൽ ടു 1 എന്ന വാല്യൂ കൊടുത്തു. സോ ഫസ്റ്റ് ടേം ഈസ് x1. ശ്രദ്ധിച്ചോളൂട്ടോ ചെയ്യുന്നത്. 1 ക്യൂബ് n വരക്ക് 1 കൊടുക്കുകയാണ്. പ്ലസ് 6 into 1 സ്ക്വയർ n വരെ 1 കൊടുക്കുകയാണ്. പ്ലസ് 13 into 1 മൈനസ് 7. സോ ഈക്വൽ ടു 1 മൈനസ് 6 into 1 6 ആണ്. പ്ലസ് 13 മൈനസ് 7. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവ് ടേംസുകൾ നമുക്ക് ആഡ് ചെയ്യാം. 1ഉം 13ഉം കൂടി ആഡ് ചെയ്തപ്പോൾ 14 എന്ന് കിട്ടി. മൈനസ് 6ഉം മൈനസ് 7ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ മൈനസ് 13 എന്ന് കിട്ടി. സോ വി ഗെറ്റ് 1 എന്ന് കിട്ടും. ഫസ്റ്റ് ടേം ഈസ് 1. ഇതേപോലെ നിങ്ങൾക്കൊരു 2 മിനിറ്റ് സമയം തരാം. നിങ്ങൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാം. വേഗം ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് എഴുതിക്കോളൂ. ഇതാ പെന്നൊക്കെ എടുത്തിട്ട് ഈ ഇക്വേഷൻ, ഈ ഒരു nth ടേം എടുത്ത് എഴുതുക. n-ന് 1 കൊടുത്തുള്ള വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം പറഞ്ഞു തരണം, തേർഡ് ടേം പറഞ്ഞു തരണം. ഇതിന്റെ എല്ലാം ഡിഫറൻസ് സെയിം ആണോ എന്ന് പറയണം. സെയിം ആണെങ്കിൽ നമുക്കത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. വേഗം 2 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങളൊന്ന് വേഗം എഴുതി പറഞ്ഞു തരും എനിക്ക്. വേഗം 3 ആണോ? 3 ആണോ കിട്ടിയത് നമുക്ക് എല്ലാവർക്കും? വേറെ ഒരാള് ആൻസർ പറയൂ. 3 ആണോ അതോ 4 ആണോ 5 ആണോ? 2 കൊടുക്കുമ്പോ 2 ക്യൂബ് മൈനസ് 6 into 2 സ്ക്വയർ പ്ലസ് 13 into 2 മൈനസ് 7. അങ്ങനല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയത്? 2 ക്യൂബ് ഈസ് 8 മൈനസ് 4 into 6 6 into 4 24 then പ്ലസ് 13 into 2 26 മൈനസ് 7. കിട്ടിയോ? ഞാൻ ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയ ആൻസർ പറഞ്ഞു കേട്ടോ. ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. 26ഉം 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 34 മൈനസ് 31 അല്ലെ? 24 7 31 അല്ലേ വരിക? 34 മൈനസ് 31 is 3. ആൻസർ നേരത്തെ പറഞ്ഞത് 3 ആണ്. അത് കറക്റ്റ് ആണ്. ആൻസർ 3 കിട്ടി. ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു 3 എന്ന് പറയും. n ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ x3 എന്ന് പറയും. എത്ര കിട്ടിയത്? 5 ആണ് കിട്ടിയത്. ഓക്കെ, 5 എന്നാണ്. അപ്പൊ ആദ്യത്തെ ടേം 1, രണ്ടാമത്തെ ടേം 3, മൂന്നാമത്തെ ടേം 5. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? പറയൂ, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അതെ എന്ന് നിങ്ങൾ പറയും അല്ലേ? കാരണം നിങ്ങൾക്ക് ആർക്കായാലും തോന്നുന്നത് അങ്ങനെയാണ് അല്ലേ? 2 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടി, 3നോട് കൂടി 2 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടി. ഇനി അടുത്ത 7 വരും, അടുത്ത 9 വരും. നിങ്ങൾ പറയും ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണുള്ളത്. അങ്ങനെ ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ n-ന് 4 കൊടുത്തിട്ട് ഫോർത്ത് ടേം ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയോ വേഗം. n-ന് 4 കൊടുക്കുക. 4 കൊടുത്തിട്ട് ഫോർത്ത് ടേം കണ്ടുപിടിച്ച്. ഈ ഫോർത്ത് ടേം നമുക്ക് 7 അല്ലെങ്കിൽ 7ഓ അല്ലെങ്കിൽ ഫിഫ്ത്ത് ടേം 9ഓ എന്തിനും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്നുള്ളത്. ഒന്ന് വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. n-ന് 4 കൊടുത്തു. 4ന്റെ ക്യൂബ് എത്ര വരിക? 64 അല്ലേ വരിക? മൈനസ് 60 into 6 അല്ലേ വരിക? 60 96 പ്ലസ് 40 52 മൈനസ് 7. കിട്ടിയോ? ആൻസർ പറഞ്ഞോളൂ. 13 ആണോ കിട്ടണേ? നോക്കി നോക്കാം നമുക്ക് കേട്ടോ. 52ഉം 64 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 6 11
then മൈനസ് 103. അപ്പൊ ആൻസർ 13 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാല് ഫോർത്ത് ടേം 13 ആണ്. നമ്മുടെ പദ്ധതി പാളിപ്പോയി. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയേണ്ടി വന്നു. അപ്പൊ നമ്മൾ ആദ്യത്തെ 3 ടേമുകൾ മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. എന്തായാലും കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കാ പോയി കിട്ടിയോ. അപ്പൊ അതുകൊണ്ട് ഒരു 3 കഴിഞ്ഞാൽ 4ഉം 5ഉം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാല് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം വേണം എന്ത് പറയാൻ, അരിത്തമെറ്റിക് സീക്വൻസ് ആണോന്നോ അല്ലയോ എന്ന് നമുക്ക് പറയാം. അല്ലാണ്ട് ഉടനെ 3 എണ്ണം കണ്ടുപിടിച്ചിട്ട് ഓക്കെ എല്ലാത്തിനും ഡിഫറൻസ് ഈക്വൽ ആണ്, കോമൺ ഡിഫറൻസ് സെയിം ആണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോയി കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അതിലത്തെ 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ലാസ്റ്റ് എഴുതി വെക്കണം. ഇറ്റ് ഇസ് നോട്ട് എ അരിത്തമെറ്റിക് സീക്വൻസ് ബിക്കോസ് ഫോർത്ത് ടേം ഈസ് 13 എന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഇത്രയും കാര്യങ്ങൾ ആണ് ഇന്ന് നമ്മൾ പറഞ്ഞത്.